എല്ലാവർക്കും തന്നെ ആക്ഷൻ ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്കുമാർ സംവിധാനം ചെയ്ത് കമലഹാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശിവകാർത്തികേയൻ നായകനായി വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു അമരൻ. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ 27 ഇപ്പോൾ ഇതാ റിലീസ് ഡേറ്റ് മാറ്റിയിരിക്കുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 31 ദീപാവലി സ്പെഷ്യൽ ആയിട്ടായിരിക്കും സിനിമ റിലീസിനെത്താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ഡയറക്ടർ ബ്ലസ്സി സംവിധാനം ചെയ്ത് ഈ വർഷം തിയേറ്ററിൽ ഇറങ്ങി ഏകദേശം 150 കോടി രൂപയ്ക്കടുത്ത് കളക്ഷൻ നേടിയ സിനിമയാണ് ആടുജീവിതം. സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഇന്ന് രാത്രിയോടെ ആയിരിക്കും സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. ആടുജീവിതം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. ഈ വരുന്ന ജൂലൈ 26 റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതാണെന്ന് നോക്കിയേക്കാം. തമിഴിൽ നിന്നും ഒരു വമ്പൻ സിനിമയാണ് വരുന്നത്. ധനുഷ് തന്നെ സംവിധാനം ചെയ്ത് ധനുഷിന്റെ കരിയറിലെ 50ാമത്തെ സിനിമയായ രായൻ. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി AR റഹ്മാൻ ഒക്കെയാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. SJ സൂര്യയും ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സിനിമ ഈ വരുന്ന ജൂലൈ 26 തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ വരുന്ന ജൂലൈ 26 റിലീസ് ചെയ്യാൻ പോകുന്ന മലയാളം സിനിമകൾ ഏതാണെന്ന് നോക്കിയേക്കാം. SN സ്വാമിയുടെ തിരക്കഥയിൽ ധ്യാൻ ശ്രീനിവാസൻ നായകനായി വരുന്ന സീക്രട്ട് എന്ന സിനിമയും ജൂലൈ 26 റിലീസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊരു മലയാള സിനിമ എന്ന് പറയുന്നത് ഷറഫുദ്ദീൻ, അമല പോൾ, ആസിഫ് അലി എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ലെവൽ ക്രോസ് എന്ന സിനിമ. 2023 വിജയ് സേതുപതി, സൂരി, മഞ്ജു വാര്യർ എന്നിവരൊക്കെ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് ഹിറ്റടിച്ച ഒരു തമിഴ് സിനിമയായിരുന്നു വിടുതല. ഇപ്പോൾ ഇത് ആ ഒരു സിനിമയുടെ പാർട്ട് 2 ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായിട്ട് ഒരു മലയാള സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മമ്മൂക്കയാണ് ഈ ഒരു സിനിമയിൽ നായകനായി വരുന്നത്. മമ്മൂക്കയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് സിനിമയുടെ പ്ലോട്ടിനെ പറ്റിയുള്ള ഒരു റൂമർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണെന്നാണ്. ഇരുവരും ഒന്നിച്ചുള്ള മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ബസൂക്കയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 12 റിലീസ് ചെയ്യുമെന്നാണ് റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത്. സിനിമയുടെ ടീസർ വർക്കൊക്കെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ കാത്തിരിക്കാം.